Dear students, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പൈത്തഗോറസ് തിയറത്തിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറാണ് ഈ ചാപ്റ്ററിൽ. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയാം ഈ ഇയറിൽ. സാധാരണ വർഷങ്ങളിൽ അവർ ഈ തിയറും അതിൻ്റെ പ്രൂഫും റിപ്പീറ്റഡ് ആയിട്ട് പലതവണ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതിൻ്റെ തൊട്ട് മുന്നിലുള്ള ടോപ്പിക്ക് നമുക്കറിയാം ഏരിയ ഓഫ് ട്രയാങ്കിൾസ് അല്ലേ. ഏരിയ ഓഫ് സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞത് ഡിലീറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ട്, പോർഷൻ ഡിലീറ്റഡ് ആണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള 6.4 എന്ന് പറഞ്ഞ എക്സസൈസും കംപ്ലീറ്റ് ഡിലീറ്റഡ് ആണ്. അപ്പോൾ ആ പ്രോബ്ലംസ് ഞാനിപ്പോൾ ചെയ്യുന്നില്ല. 6.4 എന്ന് പറഞ്ഞ എക്സസൈസ് കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് ടോപ്പിക്കാണ് വാട്ട് ഇറ്റ് ഈസ് പൈത്തഗോറസ് തിയറം. അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പേജ് നമ്പർ 145 നമുക്ക് നോക്കാം. തിയറം 6.7 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ആ തിയറം പൈത്തഗോറസ് തിയറം അല്ല, അതിന് ബേസ് ചെയ്യണ മറ്റൊരു തിയറാണ് കേട്ടോ. അപ്പോൾ ഈ തിയറം മനസ്സിലായാൽ മാത്രമേ പൈത്തഗോറസ് തിയറം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പൈത്തഗോറസ് തിയറം അല്ല, പക്ഷേ ഇത് പഠിച്ചാൽ മാത്രമേ നെക്സ്റ്റ് തിയറം നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഇരിക്കണം, എന്നാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. തിയറം 6.7 ഇഫ് എ perpendicular is drawn from the vertex of the right angle of a right triangle, so to the hypotenuse, then triangles on both sides of the perpendicular are similar to the whole triangle and to each other. ഇതാണ് തിയറം പറയുന്നത്. വായിച്ചൊരു അല്പം കൺഫ്യൂഷൻ ആവുന്ന ഒരു തിയറാണ്, കുറച്ച് ലെങ്തി ആയിട്ടുള്ളതാണ്. എന്താണ് അത് പറയണതെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം, എന്നാലാണ് നമുക്ക് പൈത്തഗോറസ് തിയറം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പറയുന്ന കാര്യം വളരെ ശ്രദ്ധിച്ചിരിക്കുക. എന്താണ് ഈ തിയറം പറയുന്നത്? ഇതാണ് പറയുന്നത്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ലെറ്റ് ഇറ്റ് ബി എ ബി സി. Let ABC be a right angle triangle. Then what it's given? A perpendicular is drawn from the vertex of the right angle of the right triangle. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണ്. ഏതാണ് ആ ആംഗിൾ? ആംഗിൾ ബി അല്ലേ. അതാണ് പറയുന്നത്. ആ റൈറ്റ് ആംഗിളിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ, അതാണ് പറഞ്ഞത്, ഇഫ് എ പെർപെൻഡിക്കുലർ ഈസ് ഡ്രോൺ ഫ്രം ദ റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ബി ആണ് 90 ഡിഗ്രി. ബിയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. എവിടേക്കാണ് വരയ്ക്കുന്നത്? ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഏതാ? ഹൈപ്പോട്ന്യൂസ് അല്ലേ. ഹൈപ്പോട്ന്യൂസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ നിങ്ങളിങ്ങനെ വരച്ചു എന്ന് വിചാരിക്കുക. സോ ഇഫ് യു ഡ്രോ എ പെർപെൻഡിക്കുലർ ഫ്രം ബി ടു ദ ഓപ്പോസിറ്റ് സൈഡ് വിച്ച് ഈസ് ദ ഹൈപ്പോട്ന്യൂസ്, അതിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? വാട്ട് തിയറം സേസ്? ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ബിയിൽ നിന്ന് എ സിയിലേക്ക് വരച്ചാൽ, ബി എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾ ആണ്, എ സി എന്ന് പറയുന്നത് ഹൈപ്പോട്ന്യൂസ് ആണ്. അപ്പോൾ എവിടെ നിന്നാണ് വരയ്ക്കുന്നത്? റൈറ്റ് ആംഗിളിൽ നിന്ന് ഹൈപ്പോട്ന്യൂസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. സോ വി നോ ദാറ്റ് ദിസ് ആംഗിൾ വിൽ ബി ഓൾസോ 90 ബിക്കോസ് വരച്ചത് പെർപെൻഡിക്കുലർ ആണ്, അതുകൊണ്ടാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ തിയറത്തിൽ. ദെൻ വാട്ട് വിൽ ഹാപ്പൻ? തിയറം സേസ് ദാറ്റ് both sides of the perpendicular are triangles on both sides of the perpendicular are similar. ഇപ്പോൾ വരച്ചിട്ടുള്ള പെർപെൻഡിക്കുലറിൻ്റെ രണ്ട് സൈഡിലും ഓരോ ട്രയാങ്കിൾ ഉണ്ട് അല്ലേ. ഒന്ന് ഈ ട്രയാങ്കിൾ ആണ് 1 എന്ന് വേണമെങ്കിൽ പറയാം, ഒന്ന് ഈ ട്രയാങ്കിൾ ആണ് 2 എന്ന് പറയാം അല്ലേ. ഈ രണ്ട് ട്രയാങ്കിളും എന്തായിരിക്കും എന്നാ പറയണത്? ബോത്ത് സൈഡ് ഓഫ് ദ പെർപെൻഡിക്കുലർ ആർ സിമിലർ ടു ദ ഹോൾ ട്രയാങ്കിൾ. ഈ രണ്ട് ട്രയാങ്കിളും ഹോൾ ട്രയാങ്കിളായിട്ട് എന്തായിരിക്കും എന്നാ പറയണത്? സിമിലർ ആയിരിക്കും എന്ന് പറഞ്ഞാൽ 1 എന്ന് പറഞ്ഞ ആംഗിളും ദ ഹോൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇതാ എ ബി സി എന്ന് പറഞ്ഞ ആംഗിൾ ട്രയാങ്കിളും അത് രണ്ടും എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. 1 എന്ന് പറഞ്ഞ ട്രയാങ്കിളും എ ബി സി എന്ന് പറഞ്ഞ ഹോൾ ട്രയാങ്കിളും സിമിലർ ആയിരിക്കും. അതാണ് പറഞ്ഞത് 1 ഈസ് സിമിലർ ടു ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ 1 ഈസ് സിമിലർ ടു ട്രയാങ്കിൾ എ ബി സി. അതേപോലെ തന്നെ രണ്ടാമത്തെ ട്രയാങ്കിൾ ഏതാ? 2 അല്ലേ. ട്രയാങ്കിൾ 2 ഈസ് ഓൾസോ സിമിലർ ടു ട്രയാങ്കിൾ എ ബി സി. അപ്പോൾ ഈ ചെറിയ ട്രയാങ്കിൾ എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളായിട്ട് സിമിലർ ആണ്. അതുപോലെ 2 എന്ന് പറഞ്ഞ ട്രയാങ്കിളും എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളായിട്ട് എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. മാത്രമല്ല ലാസ്റ്റ് ഒരു സെൻറ്റൻസും കൂടി പറയണു, ആൻഡ് ഹോൾ ട്രയാങ്കിൾ ആൻഡ് ടു ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 1ഉം 2ഉം പരസ്പരം എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. 1ഉം 2ഉം തമ്മിൽ എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. സോ ട്രയാങ്കിൾ 1 will be similar to triangle 2. ഈ 1ഉം 2ഉം സിമിലർ ആയിരിക്കും. എന്താ ചെയ്യുന്നത് ഞാൻ ഒന്നുകൂടി പറയാം. തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഇത് മനസ്സിലായാലാണ് നമുക്ക് പൈത്തഗോറസ് തിയറും പ്രോബ്ലംസ് ചെയ്യുമ്പോഴൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്നുള്ള ക്ലിയർ ആയിട്ട് ഐഡിയ കിട്ടണം. ആദ്യം പറയണത് എന്താ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക, എ ബി സി. അതിൽ ബി എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ആണെന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. ഇനി 90 ഡിഗ്രിന്ന് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഏതാ, ഹൈപ്പോട്ന്യൂസ് ആണ്. അതിലേക്ക് ഒരു പെർപെൻഡിക്കുലർ നമ്മൾ വരച്ചു. ഇതാണ് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ. ഈ പെർപെൻഡിക്കുലറിന് ഡി ഡി എന്ന് വേണമെങ്കിൽ പേര് കൊടുക്കാം. സോ ബി ഡി ഈസ് ദ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം ബി ടു ദ ഹൈപ്പോട്ന്യൂസ്. ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ അവർ പറയുന്നത്. ഒരു പെർപെൻഡിക്കുലർ 90 ഡിഗ്രി വരുന്ന എവിടെയാ, ബി എന്ന് പറഞ്ഞ ആംഗിളിൽ നിന്നാണ് വരയ്ക്കുന്നത്. എവിടേക്കാണ് വരയ്ക്കുന്നത്, ഹൈപ്പോട്ന്യൂസിലേക്ക് വരച്ചു. ഇതാണ് സെക്കൻഡ് കണ്ടീഷൻ. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്ന പറഞ്ഞാൽ 3 pairs ഓഫ് ട്രയാങ്കിൾസ് വിൽ ബി സിമിലർ. 3 പെയർ ഓഫ് ട്രയാങ്കിൾസ് സിമിലർ ആയിട്ട് വരും. ഏതൊക്കെയാണ്, ഒന്ന് ഈ പെർപെൻഡിക്കുലറിന്റെ ലെഫ്റ്റിലും റൈറ്റിലും വരുന്ന ട്രയാങ്കിൾ ഉണ്ട്. 1 2 പേര് പറയാൻ എളുപ്പത്തിന് 1 2 എന്ന് കൊടുത്തു വിചാരിക്കുക. സോ ട്രയാങ്കിൾ 1 will be similar to the whole triangle എന്ന് പറഞ്ഞാൽ ABC. Triangle 2 will be similar to the whole triangle which is ABC. മാത്രമല്ല 1ഉം ടോട്ടൽ ട്രയാങ്കിളും സിമിലർ ആവും, 2ഉം ഹോൾ ട്രയാങ്കിളും സിമിലർ ആവും. മാത്രമല്ല ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായിരിക്കും, സിമിലർ ആവും. 1 and 2 will be similar to each other. So triangle 1 similar to the triangle 2. That will be the third pair of triangles you will be getting. ഈ 3 pair of triangles സിമിലർ ആവും. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എങ്ങനെയാണ് ഈ ട്രയാങ്കിളിൻ്റെ പേര് കറക്റ്റ് ആയിട്ട് എടുക്കുക. നെയിം, ഹൗ കെൻ യു ടേക്ക് ഇൻ കറക്റ്റ് ഓർഡർ, ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. എങ്ങനെയാണ് ഇനി നെയിം കൊടുക്കുക. 1 എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൻ്റെ പേര് പറയുമ്പോൾ ആ ഓർഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്ക് എങ്ങനെയാണ് അത് ഓർഡറിൽ എഴുതാൻ പറ്റുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മനസ്സിലായാലാണ് നമുക്ക് പ്രോബ്ലംസിൽ ചെയ്യുമ്പോഴും ആ പേര് കറക്റ്റ് ഓർഡറിൽ എടുക്കാനായിട്ട് പറ്റുള്ളൂ. എങ്ങനെയാണ് ഞാൻ ആ പേര് എഴുതാൻ പോണേന്ന് നോക്കൂ. ഇവിടെ എ ബി സി ഇതാണ് ഇതിൻ്റെ ഓർഡർ. ടോട്ടൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ബിഗർ ട്രയാങ്കിളിൻ്റെ ഓർഡർ ഏതാ, എ ബി സി. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരണ തരത്തിലായിരിക്കണം ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ പേര് പറയേണ്ടത് അല്ലേ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ ട്രയാങ്കിൾ നോക്കൂ നിങ്ങൾ, എ ബി ഡി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട് അല്ലേ. ഈ സ്മോൾ ട്രയാങ്കിൾ നോക്കുക കേട്ടോ. എ ബി ഡി എന്ന് പറഞ്ഞ ഫസ്റ്റ് ട്രയാങ്കിൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിനും ബിഗർ ട്രയാങ്കിളിനും കോമൺ ആയിട്ട് ഏതെങ്കിലും ആംഗിൾ വരുന്നുണ്ടോ നോക്കൂ. ഈ എഴുതിയിട്ടുള്ള ഈ ട്രയാങ്കിൾ 1 എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ചെറിയ ട്രയാങ്കിളും ടോട്ടൽ ട്രയാങ്കിൾ എ ബി സിക്കും കോമൺ ആയിട്ട് ഒരു ആംഗിൾ വരുന്നുണ്ട്. ആരാണ് ആ ആംഗിൾ, ആംഗിൾ എ എന്ന് പറയുന്നത് കോമൺ അല്ലേ. ഈ ട്രയാങ്കിളിനും ബിഗർ ട്രയാങ്കിളിനും കോമൺ ആണ് ഏത്, ആംഗിൾ എ. അപ്പോൾ അത് രണ്ടിലും വരണതല്ലേ, അപ്പോൾ അത് സെയിം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എ ബി സി എന്ന് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ നോക്കൂ, ഞാൻ എഴുതാൻ പോകുന്നത് ട്രയാങ്കിൾ എ ബി സി എന്നാണ് രണ്ടാമത്തെ ട്രയാങ്കിളിനെ എഴുതിയതെങ്കിൽ ഫസ്റ്റ് ട്രയാങ്കിൾ എ, ട്രയാങ്കിൾ 1ൻ്റെ പേര് പറയുമ്പോൾ തുടങ്ങണത് എവിടെ നിന്ന് തന്നെ ആയിരിക്കണം, എ എന്ന് തന്നെ ആയിരിക്കണം. എന്താ കാരണം, വിച്ച് ഈസ് കോമൺ ഫോർ ബോത്ത് ട്രയാങ്കിൾ. എ എന്ന് പറയുന്നത് സ്മോളർ ട്രയാങ്കിളിലും ഉണ്ട് ബിഗർ ട്രയാങ്കിളിലും ഉണ്ട് അല്ലേ, ഹോൾ ട്രയാങ്കിളിലും ഉണ്ട്, ഈ 1 എന്ന് പറഞ്ഞ ട്രയാങ്കിളിലും ഉണ്ട്. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ടുള്ള ആംഗിളാണ് എ. അപ്പോൾ ഇവിടെ എ വരുമ്പോൾ ഇവിടെ എ തന്നെ വരണം, എ. അപ്പോഴല്ലേ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിട്ട് വരുള്ളൂ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എ എന്നാണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് അടുത്തത് നമ്മൾ ആലോചിക്കുന്നത് എങ്ങനെയാണ്, ഇവിടെ ബി എന്ന് പറയുന്ന ആംഗിൾ എത്രയാണ്, 90 ഡിഗ്രി അല്ലേ. ഈ വലിയ ട്രയാങ്കിളാണ് ആലോചിക്കേണ്ടത് കേട്ടോ. എ ബി സിയിലെ ബി എന്ന് പറഞ്ഞ ആംഗിൾ 90 ഡിഗ്രി അല്ലേ. അപ്പോൾ ചെറിയ ട്രയാങ്കിളിൽ നമ്മൾ അടുത്ത് പറയാൻ പോണ പേര് 90 ഡിഗ്രി വരുന്ന ആംഗിൾ ആയിരിക്കണം. ഏതാണ് അവിടെ 90 ഡിഗ്രി വരുന്നത്, ഈ ട്രയാങ്കിളിൽ 90 ഡിഗ്രി വരുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഏതാ, ആംഗിൾ ഡി. ഈ ആംഗിൾ അല്ലേ, ഇത് 90 ഡിഗ്രിയാണ്, നമുക്കറിയാം പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇതാണ് 90 ഡിഗ്രി. അപ്പോൾ ഇവിടെ ആംഗിൾ ബി 90 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ ആംഗിൾ ഡി എന്ന് പറഞ്ഞ ഈ ആംഗിൾ ആണ് 90 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇവിടെ ബി വരുമ്പോൾ ഇവിടെ വരേണ്ടത് ഏത് ആംഗിൾ ആയിരിക്കണം, ഡി. അപ്പോഴല്ലേ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആവുള്ളൂ. ബിയും 90 ഡിയും 90, കണ്ട കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വലായി. അത് അങ്ങനെ വരണ തരത്തിൽ വേണം നമ്മൾ നെയിം ചെയ്യാനായിട്ട്, പേര് കൊടുക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ സി എന്ന് പറഞ്ഞ ആംഗിൾ ബിഗർ ട്രയാങ്കിളിൽ, ഇനി ചെറിയ ട്രയാങ്കിളിൽ ബാക്കി എന്താണോ ഉള്ളത് അത് കൊടുക്കാം. എ എഴുതി, ഡി എഴുതി, ഇനി ഏതാണുള്ളത്, ബി. ബി എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതേണ്ടത് ഏതാ, ബി ആണ്. അപ്പോൾ എ ഡി ബി എന്ന ഓർഡർ കിട്ടി. എങ്ങനെ എനിക്ക് മനസ്സിലായി, എ എന്ന് പറയുന്നത് കോമൺ ആണ്. അപ്പോൾ ഇവിടെ എന്ന് എഴുതുമ്പോൾ ഇവിടെ എന്ത് എഴുതണം, എ.
ബി എന്ന് പറയുന്നത് 90 ആണ്. അപ്പോൾ ഇവിടെ 90 വരുന്നത് ഡി ആണ്. അപ്പോൾ ഇവിടെ ഡി എഴുതി. ഇനി ബാക്കി അവിടെ എന്താണുള്ളത്? ബി. അപ്പോൾ ഞാൻ അത് എഴുതി. എ ഡി ബി സിമിലർ ടു ട്രയാങ്കിൾ എ ബി സി. ഇതേ ഐഡിയ തന്നെയാണ് സെക്കൻഡ് ട്രയാങ്കിളിൽ എഴുതുമ്പോഴും ചെയ്യേണ്ടത്. ഇതേപോലെ ആലോചിച്ചിട്ട് ഒന്ന് പറയാൻ പറ്റുമോ നോക്കൂ. ട്രയാങ്കിൾ തന്നെ പറഞ്ഞു നോക്കൂ. എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ആണ് അല്ലേ. ഓർഡർ വ്യത്യാസമില്ല, എ ബി സി തന്നെയാണ് രണ്ടാമത്തെ ട്രയാങ്കിളിൽ. അങ്ങനെയാണെങ്കിൽ എ ബി സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ ആയിരിക്കണം ഞാൻ ഇനി ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ എഴുതുമ്പോൾ ഞാൻ ആലോചിച്ചത് എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ് നോക്കണത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രയാങ്കിൾ 2 എന്ന് പറയുന്നത് ഏതാ? ഇതാണ് അല്ലേ. ഐ മീൻ സിമിലർ ആയിട്ടുള്ള ട്രയാങ്കിൾ ഏതാ? ഇതല്ലേ. 2 എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. ഇനി 2 എന്ന് പറഞ്ഞ ട്രയാങ്കിളും എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളും ആണ് നിങ്ങൾ നോക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിലും ഈ ബിഗർ ട്രയാങ്കിളിലും കോമൺ ആയിട്ട് ഏതെങ്കിലും ആംഗിൾ വരുന്നുണ്ടോ നോക്കൂ. ഉണ്ട്. ഈ ചെറിയ ട്രയാങ്കിളിലും ഈ ബിഗർ ട്രയാങ്കിളിലും കോമൺ ആയിട്ട് എന്ത് വരുന്നുണ്ട്? സി. പേര് നോക്കിയാൽ തന്നെ അറിയാം അല്ലേ. രണ്ടിലും സി ഉണ്ടാവും. നോക്കിയാൽ അറിയാം നമുക്ക് എഴുതുമ്പോൾ. സി എന്ന് പറയുന്നത് കോമൺ ആണ്. അപ്പോൾ സി എന്ന് പറയുന്നത് ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ ആംഗിൾ ആണ്. സി എന്ന് പറയുന്നത് ഈ ബിഗർ ട്രയാങ്കിളിൻ്റെ ആംഗിൾ ആണ്. അപ്പോൾ സി എന്ന് പറയുന്നത് കോമൺ ആണ്. 2ക്കും എ ബി സിക്കും കോമൺ ആയിട്ടുള്ള ആംഗിൾ ആണ് ആംഗിൾ സി. അപ്പോൾ ഇവിടെ ലാസ്റ്റ് സി ആണ് വരുന്നതെങ്കിൽ ഇവിടെയും ലാസ്റ്റ് എന്തായിരിക്കണം വരേണ്ടത്? സി. അപ്പോഴല്ലേ കറസ്പോണ്ടിങ് ആംഗിൾ സി ഈക്വൽ ആവുള്ളൂ. അപ്പോൾ ഇവിടെ സി അവസാനിക്കുന്നതുകൊണ്ട് ഇത് കോമൺ ആംഗിൾ ആണ്. അപ്പോൾ ഇവിടെ ഏതിൽ വേണം അവസാനിക്കാനായിട്ട്? സി. ബിക്കോസ് സി ഈസ് കോമൺ ഫോർ എ ബി സി ആൻഡ് ട്രയാങ്കിൾ 2. അപ്പോൾ അവിടെ സി അവസാനിക്കുമ്പോൾ ഇവിടെ ഏതായിരിക്കും അവസാനിക്കുന്നത്? സി ആണ് കോമൺ ആംഗിൾ അല്ലേ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നോക്കൂ. ബി എന്ന് പറയുന്നത് എത്രയാ? 90 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ ബി എന്ന് പറഞ്ഞ ആംഗിൾ നമുക്കറിയാം. വലിയ ട്രയാങ്കിളിൻ്റെ ബി എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ, 90 ഡിഗ്രി. ഈ ചെറിയ ട്രയാങ്കിളിൽ അപ്പോൾ 90 ഡിഗ്രി ഏതാന്ന് നോക്കിയാൽ പോരെ. ഏതാണ് വരിക? ഡി അല്ലേ 90 ഡിഗ്രി വരുന്നത്. നോക്കി, ഈ ആംഗിൾ അല്ലേ 90. അപ്പോൾ ഇവിടെ ബി എന്ന് എഴുതുമ്പോൾ ഞാൻ ഇവിടെ എഴുതേണ്ടത് ഏത് ആംഗിൾ ആയിരിക്കണം? ഡി എന്ന് പറഞ്ഞ ആംഗിൾ ആയിരിക്കണം. അപ്പോഴല്ലേ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആവുള്ളൂ. ബിയും ഡിയും 90, സി എന്ന് പറയുന്നത് കോമൺ. ഇനി അവിടെ ഏത് ലെറ്റർ ആണ് ബാക്കിയുള്ളതെങ്കിൽ എഴുതിയാൽ പോരെ. സെക്കൻഡ് ട്രയാങ്കിളിലെ ഡിയും സിയും കഴിഞ്ഞു. ഇനി അവിടെ ഏതാണ് ബാക്കിയുള്ളത്? ബി അല്ലേ. അതുകൂടെ എഴുതിയാൽ മതി. ബി ഡി സി ആയിരിക്കും അതിൻ്റെ ഓർഡർ. അപ്പോൾ എപ്പോഴും ആലോചിക്കേണ്ടത് രണ്ട് ആംഗിൾ ഓൾറെഡി നമുക്കറിയാം ഈക്വൽ ആയിട്ടുള്ളത്. അത് കറസ്പോണ്ടിങ് ആയി വരുന്ന തരത്തിൽ ലെറ്ററുകൾ എഴുതി കഴിഞ്ഞാൽ ബാക്കി ഏത് ലെറ്റർ ആണെങ്കിൽ അത് അവിടെ എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ ആലോചിച്ചത് ബി 90 ആണ്, ഡി 90 ആണ്. അപ്പോൾ രണ്ടാമത് ഡി വരണം. സി കോമൺ ആണ്. അപ്പോൾ അവസാനം ഇവിടെ സി ആയതുകൊണ്ട് ഇവിടെ അത് വരണം, സി വരണം. ഇനി അവിടെ ബാക്കി എന്താണുള്ളത്? ബി. അത് ആദ്യം എഴുതി. ഇങ്ങനെ വേണം നമ്മൾ ഓർഡർ നോക്കിയിട്ട് ട്രയാങ്കിൾ എഴുതാനായിട്ട്. മനസ്സിലായ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഓർഡർ നോക്കി ട്രയാങ്കിൾ എഴുതാൻ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലംസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇങ്ങനെയാണ് എല്ലാ പ്രോബ്ലം ചെയ്യുക ബേസ് ചെയ്തിട്ട്. അപ്പോൾ എ ഡി ബി എന്ന് പറയുന്നതാണ് ട്രയാങ്കിൾ 1. ഞാൻ ഇവിടെ ട്രയാങ്കിൾ 1 എഴുതിയത് ഏതാണ് ശരിക്ക്? എ ഡി ബി പേര് പറയുകയാണെങ്കിൽ. ഇവിടെ ട്രയാങ്കിൾ 2 എന്ന് പറഞ്ഞാൽ ഏതാ? ബി ഡി സി ആണ് അതിൻ്റെ പേര് വരിക. ഓർഡറിൽ എഴുതുമ്പോൾ ബി ഡി സി ആൻഡ് എ ബി സി ആർ സിമിലർ. ഇത് അങ്ങോട്ട് മാറാൻ പറ്റില്ല. മാറിക്കഴിഞ്ഞാൽ സിമിലർ കറസ്പോണ്ടിങ് സൈഡ്സ് മാറും, കറസ്പോണ്ടിങ് ആംഗിൾസും മാറും. അത് ഈക്വൽ ആവില്ല. അപ്പോൾ മനസ്സിലായി? അപ്പോൾ അത് ഓർഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് ഈ കിട്ടി. എ ഡി ബി എ ബി സി സിമിലർ ആയിരിക്കും, ബി ഡി സി എ ബി സി സിമിലർ ആയിരിക്കും. ഇനി മൂന്നാമത്തെ എഴുതാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. 1, 2 അത് ഓൾറെഡി നമുക്ക് കിട്ടി. 1ഉം 2ഉം അതേ ഓർഡറിൽ തന്നെ എഴുതിയാൽ മതി. 1 എന്ന് പറഞ്ഞാൽ ഏതാ? എ ഡി ബി. 2 എന്ന് പറഞ്ഞാൽ ഏതാ? ബി ഡി സി. അതിവിടെ എഴുതി അതേ ഓർഡറിൽ തന്നെ എഴുതിയാൽ മതി കേട്ടോ. ഈ രണ്ട് ട്രയാങ്കിൾ എഴുതിയാൽ മതി. ദേ വിൽ ബി സിമിലർ. ഇങ്ങനെ വേണം 3 പെയർ ഓഫ് ട്രയാങ്കിൾസ് നിങ്ങൾ സിമിലർ ആയിട്ട് എഴുതാനായിട്ട്. ഇത് എഴുതാനായിട്ട് പഠിക്കണം. ഇതാണ് തിയറം പറയണത്. അപ്പോൾ തിയറം 6.7 പറയണത് ഇതാണ്. ഒരു പെർപെൻഡിക്കുലർ ഈ ബിയിൽ നിന്ന് ഹൈപ്പോട്ന്യൂസിലേക്ക് നിങ്ങൾ വരച്ചാൽ 3 പെയർ ഓഫ് ട്രയാങ്കിൾസ് എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. അത് പേര് പറയുമ്പോൾ ഇങ്ങനെ വരിക: എ ഡി ബി എ ബി സി, ബി ഡി സി എ ബി സി ആൻഡ് എ ഡി ബി ബി ഡി സി. ഈ 3 പെയർ ഓഫ് ട്രയാങ്കിൾസ് സിമിലർ ആയിരിക്കും. ഇങ്ങനെ എഴുതാൻ പഠിക്കണം. ഇങ്ങനെ പഠിച്ചാലാണ് നമുക്ക് പ്രൂഫ് എഴുതാനായിട്ട് പറ്റുള്ളൂ. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. പ്രോബ്ലം അല്ല, തിയറം നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇത് മനസ്സിലാക്കി വെക്കണം. ഇത് എഴുതാനായിട്ട് നമുക്ക് അറിയണം കേട്ടോ. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള തിയറാണ് നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിയറം, തിയറം 6.8 വിച്ച് ഈസ് നോൺ ആസ് പൈത്തഗോറസ് തിയറം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പൈത്തഗോറസ് തിയറാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറാണ്. ഐ ഷാൽ റീഡ് ദ തിയറം. In a right triangle,
the square of the hypotenuse is equal to the sum of the squares of the other two sides. എന്താ പറഞ്ഞേ? In a right triangle, square of the hypotenuse is equal to the sum of the squares of the other two sides. നമ്മൾ ലോവർ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ പൈതഗോറസ് തിയറം. എന്താണ് പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്? ലോങ്ങസ്റ്റ് സൈഡ്, അതായത് ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് അതർ ടു സൈഡ്സ് അല്ലേ. ആ തിയറാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറാണ് പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം. ഇപ്പോൾ പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞാൽ ഞാൻ ഫിഗർ മായ്ക്കുന്നില്ല, ഇതേ ഫിഗറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ തിയറം ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തിയറത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. നോക്കാം നമുക്ക് എങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കൺസ്ട്രക്ഷൻ അല്ലേ, ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. ABC നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത അതേ സ്റ്റെപ്സ് തന്നെയാണ്, അതേ തിയറത്തിന് ചെയ്ത അതേ സ്റ്റെപ്സ് തന്നെയാണ് ഈ തിയറത്തിനും ചെയ്യുന്നത് കേട്ടോ. ലാസ്റ്റ് തിയറത്തിന് ചെയ്തിട്ടുള്ള സ്റ്റെപ്സ് തന്നെയാണ് ഇതിനും വേണ്ടത്. അപ്പോൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ABC എന്ന് പറഞ്ഞ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ബിയിൽ നിന്ന് ഡിയിലേക്ക് BD എന്ന് പറയുന്ന ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. ഇതൊക്കെ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത അതേ സ്റ്റെപ്സ് തന്നെയാണ് കേട്ടോ, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ ഡ്രോ BD പെർപെൻഡിക്കുലർ ടു AC. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ 90 ഡിഗ്രിയാണ്, ഇവിടെ 90 ഡിഗ്രി ആവും. ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് തിയർ ഉപയോഗിച്ച് നമുക്ക് 3 pairs ഓഫ് ട്രയാങ്കിൾസ് വിൽ ബി സിമിലർ. 3 പെയർ ഓഫ് ട്രയാങ്കിൾസ് സിമിലർ ആയിട്ട് കിട്ടും. ഏതൊക്കെയാണ്? ഞാൻ മുമ്പ് എഴുതിയിട്ടുണ്ട് ഇവിടെ, അത് തന്നെയാണ് നമ്മൾ എഴുതുന്നത്. ആദ്യം ഇത് എഴുതണം കേട്ടോ, ഇത് കിട്ടണം നമുക്ക്. ട്രയാങ്കിൾ ADB വിൽ ബി സിമിലർ ടു ട്രയാങ്കിൾ ABC. ട്രയാങ്കിൾ BDC വിൽ ബി സിമിലർ ടു ട്രയാങ്കിൾ ABC. ആൻഡ് ദീസ് 2 ട്രയാങ്കിൾസ് വിൽ ബി സിമിലർ. ഇതാണ് നമുക്ക് അതിൽ നിന്ന് പറയാൻ പറ്റുക. അപ്പോൾ ഞാൻ നോക്കൂ, ഞാൻ പ്രൂഫായിട്ട് എഴുതാൻ പോവാണ്. കഴിഞ്ഞ തിയറത്തിൽ ഉപയോഗിച്ച അതേ ഐഡിയാസാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ മനസ്സിലാവാൻ എളുപ്പത്തിന് ഞാൻ ഈ കാര്യങ്ങൾ ഇപ്പുറത്തേക്ക് എഴുതുന്നുണ്ട് കേട്ടോ. ഏതൊക്കെയാണ്? ട്രയാങ്കിൾ ADB സിമിലർ ടു ട്രയാങ്കിൾ എന്തായിരിക്കും? ABC. എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. നെക്സ്റ്റ് ചെയ്ത ട്രയാങ്കിൾ BDC സിമിലർ ടു ട്രയാങ്കിൾ ABC. പിന്നെ ഒരു മൂന്നാമത്തെ ഒരു കണ്ടീഷനും കൂടി ഉണ്ട്, അത് ഞാൻ തൽക്കാലം എഴുതുന്നില്ല, നമുക്ക് ഈ 2 കണ്ടീഷനാണ് ആവശ്യം. വേണമെങ്കിൽ അത് എഴുതി വയ്ക്കാം. ട്രയാങ്കിൾ ADB സിമിലർ ടു ട്രയാങ്കിൾ BDC. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ലാസ്റ്റ് തിയറം 6 പോയിന്റ് തിയറം ഉപയോഗിച്ച് ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. എന്തൊക്കെയാണ്? 3 പെയർ ഓഫ് ട്രയാങ്കിൾസ് സിമിലർ ആയിരിക്കും അല്ലേ. ഇനി ഞാൻ ആദ്യം അതിൽ ഫസ്റ്റ് കണ്ടീഷൻ എടുക്കാൻ പോവാണ്. ഏതാ? ട്രയാങ്കിൾ ADB പ്രൂഫാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിൻ്റെ സ്റ്റെപ്സ് ഞാൻ എഴുതുന്നില്ല. ആദ്യം എന്താ എഴുതാം? കൺസ്ട്രക്ട് ട്രയാങ്കിൾ ABC വിത്ത് റൈറ്റ് ആംഗിൾ, B as the right angle. And what is the next step? We will say draw BD perpendicular to AC. അങ്ങനത്തെ സ്റ്റെപ്സ് അവിടെ എഴുതണം കേട്ടോ. ഇനി പറയാം ലെറ്റ് ABC be a, ആണ് ഈ സ്റ്റെപ്പ് എഴുതാം. ലെറ്റ് ABC be a right angled triangle right angled at B. Right angle triangle right triangle എന്ന് മതി. Right triangle right angled at which point? B. Let ABC be a right triangle right angled at B. അങ്ങനെ എഴുതാം. ആദ്യം ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മൾ അസ്യൂം ചെയ്യണം. പിന്നെ എന്താ പറയുന്നത്? ഡ്രോ BD പെർപെൻഡിക്കുലർ ടു എന്താ? AC അല്ലേ. ഡ്രോ BD പെർപെൻഡിക്കുലർ ടു AC. Then by theorem, which theorem it is? 6.7. 6.7 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത തിയറം. ആ തിയറം ഉപയോഗിച്ച് 3 പെയർ ഓഫ് ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് നമുക്കറിയാം. അതിൽ ആദ്യത്തെ പെയർ ഓഫ് ട്രയാങ്കിൾസ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഏതാ? ബൈ തിയറം വി ക്യാൻ സേ ട്രയാങ്കിൾ ADB സിമിലർ ടു ട്രയാങ്കിൾ ABC. ആ ഓർഡറിൽ എഴുതാനായിട്ട് പറ്റണം കേട്ടോ. ഈ 2 ട്രയാങ്കിൾ എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. ലാസ്റ്റ് തിയറം ഉപയോഗിച്ച് നമുക്ക് ഈ 2 ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറയാം. ഞാൻ എങ്ങനെയാണ് വരുന്നതെന്ന് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു.
ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയണില്ല. ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് നമുക്ക് ബൈ ലാസ്റ്റ് തിയറം വി നോ. ഇതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? സെയിം റേഷ്യോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, എ ഡി ബൈ എ ബി is equal to what it will be? AB by AC. AD by AB is equal to AB by AC, which are corresponding sides of similar triangle. അപ്പോൾ എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കണം. ആദ്യം ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. എന്താണ് ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏതാ? AC സ്ക്വയർ is equal to എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് അതർ ടു സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഏതാ? ബി സി സ്ക്വയർ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് അതർ ടു സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഏതാ? എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്കറിയാലോ പൈത്തഗോറസ് തിയറം എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ആ പ്രൂഫിലേക്ക് എത്താനായിട്ട് ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എ ബി സ്ക്വയർ കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, ആ എ ബി സ്ക്വയർ കിട്ടാനായിട്ട് ഞാൻ എ ബി വരണ തരത്തിൽ ഇവിടെ സൈഡ്സ് എടുക്കുകയാണ്. അപ്പോൾ നോക്കി, എ ഡി ബൈ എ ബി കണ്ടോ, ഈ രണ്ട് സൈഡ്സ് എടുത്തു. അപ്പോൾ ഒരു എ ബി അവിടെ വരും. നെക്സ്റ്റ് ഏതാ? എ ബി ബൈ എ സി. അപ്പോൾ രണ്ട് എ ബി വരണ തരത്തിലാണ് സൈഡ്സ് ഞാൻ എടുക്കുന്നത്. ഒന്ന് എ ഡി ബൈ എ ബി, ഒന്ന് എ ബി ബൈ എ സി. രണ്ട് എ ബി എനിക്ക് കിട്ടണം, അപ്പോഴല്ലേ എ ബി സ്ക്വയർ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും എ ഡി ഇൻറ്റു എ സി ഇസ് ഈക്വൽ ടു എ ബി ഇൻറ്റു എ ബി അല്ലേ? എ ബിയും കൂടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ബി സ്ക്വയർ എന്നാവും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എ ഡി ഇൻറ്റു എ സി ഇസ് ഈക്വൽ ടു എ ബി ഇൻറ്റു എ ബി എന്ന് പറഞ്ഞാൽ എന്താ? എ ബി സ്ക്വയർ ആയി അല്ലേ? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ ആദ്യത്തെ പെയർ ഓഫ് ട്രയാങ്കിൾസ് എടുത്ത് അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് എടുക്കുമ്പോൾ എ ബി വരുന്ന തരത്തിലാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ബി സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും ഫസ്റ്റ് ഇക്വേഷൻ. ഇതേപോലെ ആലോചിച്ച് നോക്കൂ, സെക്കൻഡ് പെയർ ഓഫ് ട്രയാങ്കിൾസ് നിങ്ങളുടെ കയ്യിലില്ലേ? ഇതുപോലെ എഴുതുകയാണെങ്കിൽ എങ്ങനെ വരാമെന്ന്? ട്രയാങ്കിൾ ബി ഡി സി സിമിലർ ടു ട്രയാങ്കിൾ എ ബി സി ബൈ ദ തിയറം അല്ലേ? നമ്മൾ ലാസ്റ്റ് പഠിച്ച തിയറം ഉപയോഗിച്ച് ഈ രണ്ട് ട്രയാങ്കിൾസും എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. ഓൾറെഡി ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഈ മൂന്ന് പെയർ ഓഫ് ട്രയാങ്കിൾസ് സിമിലർ ആണ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസ് എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ബി സി സ്ക്വയർ എന്ന് വരുത്താനാണ് ഞാൻ നോക്കുന്നത്. ബി സി സ്ക്വയർ വേണമെങ്കിൽ രണ്ട് ബി സി വേണം അല്ലേ? ബി സി ഇൻറ്റു ബി സി എന്ന് കിട്ടണ്ടേ? അപ്പോൾ ബി സി വരുന്ന തരത്തിൽ വേണം നമ്മൾ എടുക്കാനായിട്ട് സൈഡ്. അപ്പോൾ ആദ്യം ഞാൻ ബി ഡി എടുത്തു. ഓക്കെ, ബി ഡി എടുത്താൽ നമുക്ക് ബി സി കിട്ടില്ല അല്ലേ? ഓക്കെ, നമുക്ക് ബി സി എന്ന് പറയുന്ന ഈ സൈഡും എ സി എന്ന് പറയുന്ന സൈഡും എടുക്കുക അല്ലേ? ബി സി ബൈ എ സി. അപ്പോൾ ഒരു ബി സി അവിടെ വരും അല്ലേ? രണ്ടാമതൊരു ബി സി കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടണം ബി സി. അപ്പോൾ ഇവിടെ എടുക്കേണ്ട സൈഡ് ഏതായിരിക്കണം? ഡി സി ആയിരിക്കണം അല്ലേ? ഡി സി ബൈ ബി സി. എങ്ങനെയാണ് ഞാൻ സൈഡ്സ് എടുത്തത്? 3 pairs ഓഫ് സൈഡ്സ് വിൽ ബി ഇൻ സെയിം റേഷ്യോ. അതിൽ 3 എണ്ണം എഴുതണില്ലേ, 2 എണ്ണം എഴുതണുള്ളൂ. ഏത് സൈഡ്സ് മാത്രമേ എഴുതണുള്ളൂ? ബി സി വരണ സൈഡ്സ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്, കറസ്പോണ്ടിങ് സൈഡ്സ് ആയിട്ട് വരുന്നത്. നോക്കൂ, ബി സി ബൈ എ സി, ഡി സി ബൈ ബി സി. ആ തരത്തിലാണ്, ആ ഓർഡറിലാണ് നമ്മൾ എഴുതിയത്. ഇനി ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബി സി ഇൻറ്റു ബി സി അല്ലേ? ഇവിടെ ഏതാ വരാം? എ സി ഇൻറ്റു ഡി സി. അപ്പോൾ ഇങ്ങനെ എഴുതാം, ബി സി ഇൻറ്റു ബി സി ഈസ് ഈക്വൽ ടു what it will be? AC into DC. AC into DC എന്ന് വരും. എന്ന് പറഞ്ഞാൽ ഇതിന് വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ബി സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സി ഇൻറ്റു ഡി സി എന്ന് കിട്ടും. നോക്കൂ, ഫസ്റ്റ് ഒരു ഇക്വേഷനിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് എ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ഡി ഇൻറ്റു എ സി അല്ലേ? സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ ഒന്ന് തിരിച്ചെഴുതാം. എ സി ഇൻറ്റു ഡി സി ഈസ് ഈക്വൽ ടു ബി സി സ്ക്വയർ. രണ്ട് സെയിം തന്നെയാണ് കേട്ടോ. ഇക്വേഷൻ നമ്പർ 2 എന്ന് കിട്ടി. ഒരേ ഓർഡർ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഒന്ന് മാറ്റി എഴുതിയത്. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം നമ്മൾ ഇനി ആഡ് ചെയ്യാൻ പോവാന്ന് വിചാരിക്കാം. 1 + 2 implies, so what you will be getting? Equation 1 plus
ഇക്വേഷൻ 2 ഇംപ്ലൈസ് രണ്ടിൻ്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ്സ് ഞാൻ ഇവിടേക്ക് എഴുതാം. 1 + 2 ഇംപ്ലൈസ് ഫസ്റ്റ് ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ എ ഡി ഇൻറ്റു എ സി ആണ് അല്ലേ, എ ഡി ഇൻറ്റു എ സി. സെക്കൻഡ് ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ എ സി ഇൻറ്റു എന്താണ് ഡി സി ആണ് അല്ലേ, എ സി ഇൻറ്റു ഡി സി വിച്ച് വിൽ ബി ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്സ് ഇനി ആഡ് ചെയ്യുമ്പോൾ ഇവിടെ വരുന്നത് ഏതാ, എ ബി സ്ക്വയർ ആണ് റൈറ്റ് ഹാൻഡ് സൈഡ്. സെക്കൻഡ് ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ഏതാ, ബി സി സ്ക്വയർ ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്സ് രണ്ടും ആഡ് ചെയ്തു. ഇവിടെ വരുന്നത് എ ഡി ഇൻറ്റു എ സി, ഇവിടെ പ്ലസ് എ സി ഇൻറ്റു ഡി സി. റൈറ്റ് ഹാൻഡ് സൈഡ്സ് ആഡ് ചെയ്യുമ്പോൾ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. ഇനി നോക്കൂ, ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ആര് വരുന്നുണ്ട്, എ സി വരുന്നുണ്ട് അല്ലേ. നോക്കിയാൽ അറിയാം നിങ്ങൾക്ക്, ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് എ സി വരുന്നുണ്ട്. അപ്പോൾ ആ എ സിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. സോ എ സി ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. സോ വാട്ട് വിൽ ബി ലെഫ്റ്റ്, എ ഡി ഇവിടെ ബാക്കി ഉണ്ടാവും അല്ലേ, പ്ലസ് അതുപോലെ ഉണ്ടാവും. ഇവിടെ ബാക്കി ഉണ്ടാവുക ഏതാ, ഡി സി ആണ് അല്ലേ. അപ്പോൾ ഇതിന്ന് രണ്ടിന്നും എ സി കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ഇവിടെ ഒരു എ ഡി ഉണ്ടായിരിക്കും, പ്ലസ് ഇവിടെ ഏതുണ്ടാവുക, ഡി സി ആയിരിക്കും അല്ലേ. ഇസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നത് എന്തായിരുന്നു, എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ആണല്ലേ. അതതുപോലെ വന്നു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഫിഗറിലേക്ക് നോക്കിയാൽ നമുക്കറിയാം എ ഡി പ്ലസ് ഡി സി എന്ന് പറയുന്നത്, ഫിഗറിലേക്ക് നോക്കണം, എ ഡി പ്ലസ് ഡി സി എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ലെങ്ത് എ സി അല്ലേ. എ ഡി പ്ലസ് ഡി സി എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ലെങ്ത് എന്താണ് വരിക, എ സി ആണ്. അപ്പോൾ എ ഡി പ്ലസ് ഡി സിക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എ സി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എ സി ഇൻറ്റു എ സി ഈസ് ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്ന് വന്നു. എ ഡി പ്ലസ് ഡി സിക്ക് പകരം എ സി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എ സി ഇൻറ്റു എ സി എന്ന് പറഞ്ഞാൽ എത്രയാ, എ സി സ്ക്വയർ ആണ് അല്ലേ. സോ എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്ന് കിട്ടി. നമുക്ക് കിട്ടി എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ വിച്ച് വി നീഡ് ടു പ്രൂവ് അല്ലേ. ഇതല്ല നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ കിട്ടിയത്, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് അതർ ടു സൈഡ്സ്. ഇങ്ങനെ വേണം പ്രൂവ് ചെയ്യാനായിട്ട്. ഒന്ന് നല്ലോണം മനസ്സിലാക്കി ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ ആദ്യം ഈ തിയറം ക്ലിയർ ആയിട്ട് അറിയണം. 6.7 തിയറം പറയുന്നത് എന്താ, ഒരു പെർപെൻഡിക്കുലർ ഹൈപ്പോട്ടന്യൂസിലേക്ക് വരച്ചാൽ 3 pairs of angles will be corresponding triangles will be similar അല്ലേ. 3 pairs of triangles will be similar. 3 pair of triangles സിമിലർ ആയിട്ട് കിട്ടും. അതിലെ ആദ്യത്തെ പെയർ ഓഫ് ട്രയാങ്കിൾ ഉപയോഗിച്ചിട്ടാണ് ഫസ്റ്റ് ഇക്വേഷൻ കണ്ടുപിടിച്ചത്. രണ്ടാമത്തെ പെയർ ഓഫ് ട്രയാങ്കിൾസ് ഉപയോഗിച്ചിട്ടാണ് സെക്കൻഡ് ഇക്വേഷൻ കണ്ടുപിടിച്ചത്. അങ്ങനെ 2 ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ 2 ഇക്വേഷനും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്കിതുപോലെ വരും. അപ്പോൾ അതിൽ കോമൺ ആയിട്ടൊരു സൈഡ് വരും. ഏതാണ് ആ കോമൺ സൈഡ്, എ സി അല്ലേ. എ സി എന്ന് പറയുന്ന സൈഡ് എന്തായിരിക്കും, കോമൺ ആയിരിക്കും. ആ എ സി കോമൺ ആയിട്ട് പുറത്ത് എടുത്തു കഴിഞ്ഞാൽ എ സി ഇൻറ്റു എ ഡി പ്ലസ് ഡി സി എന്ന് വരും. എ ഡി പ്ലസ് ഡി സി ഫിഗറിൽ നോക്കിയാൽ നമുക്കറിയാം എ സി ആണ്. അപ്പോൾ ഇതിന് പകരം എ സി എന്ന് കൊടുത്താൽ എ സി ഇൻറ്റു എ സി വിച്ച് വിൽ ബി എ സി സ്ക്വയർ എന്ന് വരും, വിച്ച് വിൽ ബി ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് പെയർ ഓഫ് ട്രയാങ്കിളിൽ നിന്ന് എ ബി സ്ക്വയർ കണ്ടുപിടിക്കണം, സെക്കൻഡ് പെയർ ഓഫ് ട്രയാങ്കിളിൽ നിന്ന് ബി സി സ്ക്വയർ കണ്ടുപിടിക്കണം, എന്നിട്ട് രണ്ടും കൂടി ആഡ് ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. മൂന്നാമത്തെ പെയർ ഓഫ് ട്രയാങ്കിൾസ് നമ്മളവിടെ ഉപയോഗിക്കുന്നില്ല. അവിടെ ഒരു പെയർ ഓഫ് ട്രയാങ്കിൾസും കൂടി ഉണ്ട്, അത് നമ്മളവിടെ യൂസ് ചെയ്യുന്നില്ല. ഈ 2 കണ്ടീഷനാണ് നമ്മളോട് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ പൈത്തഗോറസ് പ്രൂവ് ചെയ്യാനായിട്ട്, പൈത്തഗോറസ് തിയറം പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ 6.7 എന്ന് പറയുന്ന തിയറാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അതിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രൂഫ് എഴുതുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സാധാരണ അവർ ചോദിക്കാറുണ്ട് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് പൈത്തഗോറസ് തിയറം. അപ്പോൾ തിയറം എന്താ പറയുന്നത്, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ വിൽ ബി ഈക്വൽ ടു സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് അതർ ടു സൈഡ്സ്. പ്രൂവ് ചെയ്യാനായിട്ട് ഇത്രയും സ്റ്റെപ്സ് നമുക്ക് എഴുതണം. ഈ തിയറം 6.7 നല്ലവണ്ണം പഠിക്കണം. ട്രയാങ്കിളിൻ്റെ നെയിം എഴുതാനായിട്ട് അറിയണം, എന്നാലാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. നല്ലോണം പ്രാക്ടീസ് ചെയ്യാം. സോ ഇറ്റ് വിൽ ബി ഈസി. ഇതിന് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത്. നമുക്കറിയാം അതിൻ്റെ കോൺവേഴ്സ് ഓഫ് പൈത്തഗോറസ് തിയറം എന്ന് പറയുന്നത് ഡിലീറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ചെയ്യണില്ല. ഇനി അതിന് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.